കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ അമ്മ, എന്താണിതെല്ലാം? ആൾക്കാരൊക്കെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാണ് സത്യം നമ്മുടെ കുടുംബത്തിന്റെ മാനം. എടാ, അതിലും വലിയ മാനക്കേട് ഉണ്ടാവാതിരിക്കാൻ ഇവിടെ നിൽക്കുന്നെ. മകളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാൻ പരിശോധന നടത്തിയെന്ന് വന്നാ സത്യഭാമ പിന്നെ ജീവിച്ചിരിക്കില്ല. നീ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞത് നന്നായി. DNA ടെസ്റ്റ് എന്നൊരു വാക്ക് ഡോക്ടറുടെ നാവിൻ തുമ്പിന്നെങ്ങാനും വീണ ഇവൾ അല്ലെങ്കിൽ ഞാൻ, രണ്ടിലൊരാളെ ഈ ഭൂമിയിലുണ്ടാവും. വാ ഡോക്ടർ. ആന്റി, ഇതാണ് ഡോക്ടർ. ഡോക്ടർ, ഞാൻ സത്യഭാമ. മനസ്സിലായി. ഈ നിൽക്കുന്നത് പ്രീതി, എന്റെ മകളാ. ഇവിടെ ഇവളെ എന്തു പരിശോധനയ്ക്കാ കൊണ്ടുവന്നെന്നൊന്ന് അറിഞ്ഞാ കൊള്ളാം. പ്രീതി ഗർഭിണിയാണെന്നറിയാലോ സത്യാമ്മയ്ക്ക്? അറിയാം. പറയൂ ഡോക്ടർ, DNA ടെസ്റ്റിനല്ലേ പ്രീതി എവിടെ കൊണ്ടുവന്നത്? പറയണം ഡോക്ടർ. അല്ല, ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. ഈ കുട്ടിയുടെ കാര്യമല്ലേ സത്യാമ്മ പറയുന്നത്? അതെ. ഡോക്ടർ പറയണം. ഇറ്റ്സ് എ നോർമൽ ചെക്കപ്പ്. ഗർഭിണികൾക്ക് പതിവുള്ള പ്രതിമാസ ചെക്കപ്പ് അല്ല. കുഞ്ഞിന്റെ വളർച്ചയും അമ്മയുടെ ആരോഗ്യസ്ഥിതിയും അറിയാൻ എല്ലാ ഗർഭിണികൾക്കും നടത്താറുള്ളത് പോലെ. ഇവളുടെ കാര്യം തന്നെയാണോ ഡോക്ടർ പറയുന്നത്? ഇവളുടെ മുഖത്തേക്കൊന്ന് ശരിക്കും നോക്കിയേ. പ്രീതിയാ, പ്രീതി. എന്റെ കാഴ്ചയ്ക്ക് ഓർമ്മയ്ക്കൊന്നും ഒരു തകരാറുമില്ല. ഇത് പ്രീതി, ഹസ്ബൻഡിന്. അല്ല, സത്യാമ്മ എന്തിനാ ചെക്കപ്പിന്റെ കാര്യം അന്വേഷിച്ചത്? അത് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ കുട്ടിയോട് ചോദിച്ചാൽ മതിയല്ലോ. പ്രീതിയുടെ ചികിത്സാ വിവരങ്ങൾ എന്നേക്കാൾ അറിയാവുന്നത് ഈ കുട്ടിക്കാ. കുഞ്ഞിന്റെ വളർച്ച പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഒരു കുഴപ്പമില്ല. അമ്മയുടെ ആരോഗ്യസ്ഥിതിയും നോർമൽ. ഡോക്ടറെ, ശരിക്കും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, ഈ കുട്ടിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? എന്തുപറ്റി? എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോ DNA ടെസ്റ്റ് നടത്തിയെന്ന് പറയണോന്ന് പലവട്ടം പറയുന്നുണ്ടായിരുന്നു. അല്ല, കണ്ടിട്ടൊരു അബ്നോർമാലിറ്റി തോന്നുന്നു. അത് ചെറിയൊരു തകരാറുണ്ട്. അപ്പോ അതും കൂടി ഒന്ന് നോക്കാൻ വേണ്ടിട്ടാ ഇവളെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതേ. അത് ഡോക്ടറെ വേറൊന്നുമല്ല, ഇവളുടെ പിതൃത്വം സംബന്ധിച്ചൊരു തർക്കം. ഈ അച്ഛനും അമ്മയും തമ്മിലേ അന്ന് മുതലാ സമനില തെറ്റിയത്. ഈ DNA ടെസ്റ്റ് നടത്തി അച്ഛൻ തന്നെ അച്ഛനെന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞേ അന്ന് മുതലുള്ള നടപ്പാ. വിഷ്ണു, പിന്നെന്താ ഞാൻ പറയേണ്ടത്? എന്തു പറ്റി? അല്ല, അമ്മയ്ക്ക് ഇത് പുറത്താരും അറിയണത് ഇഷ്ടല്ല. കൂട്ടുകാരുടെ മകളാ.
പിന്നെ വീട്ടിലെ അലമ്പും മകളോ, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ നിർത്തിയിരിക്കണം. ആ വയലൻസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? അത് ചെലപ്പുണ്ട്. ആഹാ. ഓ കണ്ട സ്വന്തം പല്ല് കടിച്ചു പിടിക്കണണ്ട. ആ ഇതാണ് പ്രശ്നം. ശ്ശോ, പാവം. ഡിപ്രഷന്റെ ആവും ചിലപ്പോ. ഇത്തരം കേസുകൾക്ക് സൈക്യാട്രിസ്റ്റ് തോമസ് സെബാസ്റ്റ്യനാ ബെസ്റ്റ്. മൈ ഫുഡ്. അയ്യോ പതുക്കെ, ഡോക്ടർ മേടിക്കണ്ട. ഇത് ഞങ്ങൾ കൺട്രോൾ ചെയ്തോളാം, ഞങ്ങൾക്ക് ഇത് ശീലമില്ല. ആകെ നാണം കെട്ട നാറി. അപ്പോഴേ അമ്മ നമുക്ക് പോവാം. അവള് ഈ ആശുപത്രി തള്ളി തീർത്താലേ അമ്മ കൊടുക്കേണ്ടി വരും നഷ്ടപരിഹാരം. പോവാം നമുക്ക്. ഡോക്ടറെ താങ്ക് യു. ഓക്കെ മോളെ പോട്ടെ. ശരി. ഡോക്ടർ, പ്രീതിയെ മനസ്സിലായില്ലേ ഡോക്ടർക്ക്? അങ്ങനെ മറക്കാനുള്ള സമയമായിട്ടില്ലല്ലോ. ആ സത്യാമ്മേ. ആ അല്ല സരോജിനിയോ? സുഖല്ലേ? സുഖം. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ ഞങ്ങളെ രക്ഷിച്ചതിന്. നന്ദി പറയേണ്ടത് എനിക്കല്ല, വിഷ്ണുവിനോടാ. നിങ്ങൾ റൂമിൽ നിന്നിറങ്ങിയതിന്റെ തൊട്ടു പിന്നാലെ വിഷ്ണു എന്നെ വന്ന് കണ്ടിരുന്നു. DNA ടെസ്റ്റ് നടത്തിയ വിവരം ഒരിക്കലും സത്യാമ്മ അറിയരുതെന്ന് അയാൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തു. ഒരിക്കലും ഒരു ഡോക്ടറുടെയും എത്തിക്സിന് നിരക്കുന്നതല്ല. എങ്കിലും മനുഷ്യത്വത്തോളം വരില്ലല്ലോ ജോലിയോടുള്ള കൂറ്. അർജുന്റെയും പ്രീതിയുടെയും വിഷ്ണുവിന്റെ ശാലിനിയുടെയും 4 ജീവിതങ്ങളാ സത്യം പറഞ്ഞ തകർന്ന് തരിപ്പണമാകുന്നത്. ഒപ്പം പിറക്കാനിരിക്കുന്ന ആ പാവം കുഞ്ഞ് അച്ഛനില്ലാതെ വളരേണ്ടിയും വരും. അപ്പോ ചെറിയൊരു നുണ പറയാന്ന് വിചാരിച്ചു. ഈ കടപ്പാട് പറഞ്ഞാൽ തീരില്ല ഡോക്ടർ. ഞങ്ങൾക്ക് മുന്നിൽ ദൈവമായിട്ടാ ഡോക്ടർ ഇപ്പൊ അവതരിച്ചത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. സങ്കടപ്പെടാനുള്ള സമയമല്ലേ ഇത്. ബി ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ്. പ്രീതി, ആന്റി എവിടെ? ഇവിടെ വെച്ച് വസുമതി ആന്റിയും സത്യാമ്മയും തമ്മിൽ കണ്ട പിന്നെ എല്ലാം തീർന്നു. സത്യാമ്മ സമയത്തിന് പണം തന്ന് സഹായിച്ചതുകൊണ്ടാ എന്റെ കുഞ്ഞിന്റെ ഹാർട്ട് ഓപ്പറേഷൻ അന്ന് നടന്നത്. മരിച്ചാലും എനിക്കത് മറക്കാൻ കഴിയില്ല. പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ആ ശരി. എന്നാ ശരി. എനിക്കും പണത്തിന് നല്ല ആവശ്യം ഉണ്ടായിരുന്നല്ലോ സത്യഭാമേ. കുറച്ചു തന്ന് സഹായിക്കൂ. പലിശയ്ക്കല്ല, അല്ലാതെ. എന്റെ ഈശ്വര, ഡോക്ടറുടെ മുന്നിൽ ഒരു തരത്തിലെ ഇത് ഇവിടെ പെട്ടുപോവോ? നമ്മൾ തമ്മിലുള്ള സെറ്റിൽമെന്റ് നേരത്തെ സംസാരിച്ച് തീർത്തതാണല്ലോ വസുമതി. അങ്ങനെ അങ്ങ് തീർക്കാൻ പറ്റുമോ സത്യഭാമേ? സെറ്റിൽമെന്റ് കഴിഞ്ഞിട്ടും ദേ ഈ ഒരു മുതല് ബാക്കി കിടക്കുന്നു.
മറ്റൊരു വീട്ടിലേക്ക് മാറ്റിവെച്ചാലും അതെ സത്യഭാമയുടെ മുതൽ തന്നെയാ വസുമതി. അതെപ്പോ ഏറ്റെടുക്കാനും ഈ സത്യഭാമ തയ്യാറുവാ. ഞങ്ങളിവിടെ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഈശ്വര, മനസ്സിലായി. സാക്ഷിയായി നീ കൂടെയുള്ളത് നന്നായി സത്യഭാമേ. എന്റെ മകളുടെ കാര്യമാവുമ്പോഴേ ഞാൻ ഉണ്ടാവണല്ലോ. എന്റെ മകന്റെ കാര്യത്തിൽ ഞാനും. നിന്റെ തലയില് ഇപ്പോഴെങ്കിലും നിലാവെട്ടത്തിന് പകരം അല്പം ബുദ്ധി ഉദിച്ചല്ലോ. നല്ല കാര്യം. വെറുതെ സംസാരിച്ചിട്ടെന്തിനാ? വാ പോവാം. വരുന്നടാ. ദുഷ്ടസംസർഗം പരമാവധി ഒഴിവാക്കണമെന്ന വാരഫലത്തിൽ. വാ. നിക്ക് സത്യഭാമേ. ഈശ്വര, ഇനി എന്താ? നമുക്കിനിയും കാണേണ്ടി വരും. സ്ഥലവും സമയവും അറിയിച്ചാ മതി, ഞാൻ അങ്ങ് വരാം. അതിന്റെ ആവശ്യം വരില്ല സത്യഭാമേ. നീ ഇരിക്കുന്ന സ്ഥലം തേടി ഞാൻ വരും. ആവശ്യക്കാരി ഞാനാണല്ലോ. ഓ, ആയിക്കോട്ടെ മോളെ, ഞാൻ വിളിക്കാം. പോട്ടെ. DNA ടെസ്റ്റിന്റെ റിസൾട്ട് ഒന്ന് വന്നോട്ടെ. സത്യഭാമയുടെയോ വസുമതിയുടെയോ ആരുടെ തലയാ താഴാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. ടെസ്റ്റ് എല്ലാം കഴിഞ്ഞില്ലേ? എങ്കി വാ, എനിക്ക് ഡോക്ടറോടൊന്ന് സംസാരിക്കണം. ശാലിനി, ചെല്ല് പ്രീതി. പ്രീതി വാ. പോ. ഈ പ്രശ്നം മുഴുവൻ സൃഷ്ടിച്ചത് സുസ്മിത ഒറ്റൊരുത്തിയാ. അവൾക്കൊരു നല്ല സമ്മാനം തന്നെ കൊടുത്തേ പറ്റൂ. സുരഭി, സുസ്മിതേ, എന്താടി ഇവിടെ? ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നടി. ഇത് തന്നെയാ കാറ്. ഇതിനുള്ളിലുണ്ടല്ലേ നീ? വരുന്നു ഞാൻ. പിന്നെ നിനക്കറിയാലോ, എനിക്ക് ചില ബാധ്യതകളുണ്ട്. അച്ഛൻ മരിച്ചതോടെ എല്ലാം കൂടി എന്റെ തോളിലായി. പണമല്ലേ ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള ശമ്പളവും ഇല്ല. നടുകൊടിയുന്ന പണിയാ. മാസാവസാനം കിട്ടുന്നത് നക്കാപ്പിച്ചയും. കുടുംബം രക്ഷപ്പെടണമെങ്കിൽ UK-യിലേക്കോ ജർമ്മനിയിലേക്കോ പോണം. IELTS ഒക്കെ പാസ്സായിട്ടുണ്ട്. പക്ഷേ അതിനും ഏജന്റിന് കൊടുക്കണം ലക്ഷങ്ങള്. എന്റെ പ്രാരാബ്ദം പറഞ്ഞ് നിന്റെ മൂഡ് കളയുന്നില്ല. എങ്ങനെ പോകുന്നു നിന്റെ ലൈഫ്? ഇപ്പോഴും അടിച്ചുപൊളിയല്ലേ? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്തു പറയുന്നു നിന്റെ രോഹിത്?
എക്സ്ക്യൂസ് മീ, ഈ ഫോട്ടോ കാണുന്ന പെൺകുട്ടി അറിയോ? ഇല്ലല്ലോ. താങ്ക് യു. എന്താടി നിന്റെ മുഖം വല്ലാതായത്? എന്നെ സംബന്ധിച്ച് അതൊരു അടഞ്ഞ അധ്യായമാണ്. ആ പേര് കേൾക്കുന്നത് പോലും എനിക്കിപ്പോ ഇഷ്ടമല്ല. അല്ലെങ്കിലും തേക്കാൻ നീ പണ്ടേ മിടിക്കുകയാണല്ലോ. ആ അതൊക്കെ വിട്. നിന്റെ നമ്പർ പറ, എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സോറി. ആ വിഷ്ണുട്ടാ, ഞങ്ങളിവിടെ പാർക്കിംഗ് ഇയാൾക്ക് വേണ്ടി സ്റ്റോപ്പ്. ഒന്ന് നിർത്തണേ. ഇപ്പൊ നീ പൊയ്ക്കോ സുസ്മിതേ. നീ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി ഒരു വട്ടം കൂടി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല.